സ്റ്റഫ്ഡ് സ്ക്വിഡാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 കൂന്തളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു പാതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൂന്തലിന്റെ മേലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി കൂന്തലിന്റെ പുറംഭാഗത്ത് എങ്ങനെയാണോ മസാല പുരട്ടിയത് അതുപോലെ തന്നെ ഉള്ളിലേക്കും മസാല ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 കൂന്തലിലേക്കും നന്നായിട്ട് മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ കൂന്തലിന്റെ തലഭാഗം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല, അത് നമ്മൾ സ്റ്റഫ്ഡ് മസാലയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ തലഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് എരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ചെറുതായിട്ട് എരിഞ്ഞ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ചെറുതായിട്ട് എരിഞ്ഞ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കൂന്തലിന്റെ തലഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളുടെ കൂന്തൽ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞ മല്ലി ഇലയും കൂടി ഇട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണിയാനായിട്ട് വെക്കണം. അങ്ങനെ ഇതിൻ്റെ ചൂടൊക്കെ മാറി നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തലെടുത്ത് ഈ മസാല നമുക്ക് കൂന്തലിൻ്റെ അകത്തേക്ക് നിറച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുക്കുന്ന സമയത്ത് കുത്തി നിറച്ച പോലെ നിറയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിറച്ചിട്ടുണ്ടെങ്കിൽ കൂന്തൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ 3 കൂന്തളിലും നമ്മൾ മസാല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്കിൾ എടുത്ത് നമ്മളുടെ കൂന്തലിന്റെ തുറന്നു കിടക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ കൂന്തള് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടൂത്ത് പിക്കിൾ വെച്ച് കുത്തി കൊടുക്കുന്നത്. ടൂത്ത് പിക്കിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈർക്കിലി യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 3 കൂന്തളിലും ഞാൻ ടൂത്ത് പിക്കിൾ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച കൂന്തള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിന്റെ മുകളിലേക്കായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂന്തലിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റഫ്ഡ് സ്ക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.